വയനാട്ടിലെ മഹാദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 5ാം നാളിൽ തുടരുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ റഡാർ പരിശോധനയാണ് നടത്തുന്നത്. ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 338 ജീവനുകൾ ആണ്. ഇനി കണ്ടെത്താനുള്ളത് 250-ൽ അധികം ആളുകളെയാണ്. റഡാർ സിഗ്നൽ ലഭിച്ചെടുത്ത് ഇന്നലെ രാത്രിയിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മരിച്ചത് ഉഭയജീവിയാകാം എന്നാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയത്. ഇവിടെ നിന്നുള്ള സിഗ്നൽ നിലവിൽ നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ ആണ് നിലമ്പൂരിലെ ചാലിയാർ പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് വിവരം. നടൻ മോഹൻലാൽ ഇന്ന് വയനാട് സന്ദർശിക്കും. ദുരന്തബാധിതരെയും ആർമി ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി PM ഷബീർ ആണ് മുണ്ടക്കയിൽ നിന്ന് ചേരുന്നത്. ഷബീർ, ഇന്നത്തെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംഘങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടി തന്നെ ബെയിലി പാലത്തിൽ നിന്നും സൈന്യം ആദ്യ സംഘമായി മുണ്ടക്കൈ ഭാഗത്തേക്ക് തിരിച്ചു. അതിനുശേഷം മറ്റ് സേനാംഗങ്ങളും NDRF അടക്കമുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അടക്കമുള്ള മറ്റ് സേനാംഗങ്ങളും അതിനുശേഷം സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് തെരച്ചിൽ പ്രവർത്തനങ്ങളുമായി ഊർജിതമായിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈ ടൗണിലാണ്. മുണ്ടക്കൈ ടൗണിൽ നിന്നും സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ, ആ വെള്ളച്ചാട്ടം നിന്നിരുന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം ഇവിടെയായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിരുന്ന, അല്ലെങ്കിൽ മനോഹരമായ ഈ മേഖലയിലെ തന്നെ ഏറ്റവും മനോഹാരിതയുള്ള ഒരു സ്ഥലമായിരുന്നു സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അത് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ആ മേഖലയോട് ചേർന്ന് തന്നെയാണ് മുണ്ടക്കൈ ടൗണും ഉണ്ടായിരുന്നത്. ആ പ്രദേശത്താണിപ്പോൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തിരച്ചിൽ നടത്തുന്നത്. ഇന്നത്തെ തിരച്ചിൽ നമുക്കിതിനെ ഒരു രക്ഷാദൌത്യം അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല. കാരണം ഇതിപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ മാത്രമായി ഇന്നലത്തെ ആ ഒരു ജീവന്റെ തുടിപ്പിന്റെ അവസാന കണികയും അവശേഷിച്ചതോടുകൂടി നമുക്ക് അതിനെ അങ്ങനെ ഒരുപക്ഷെ പറയേണ്ടി വരും. ഏതായാലും മൃതദേഹങ്ങളുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടി സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ, റെസ്ക്യൂ ടീമുകളെ, അവരെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദൂരെ താഴ്ഭാഗത്തൊക്കെ ആ പുഴയിലൂടെയൊക്കെ തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ സേനാംഗങ്ങളെ കാണാം. അങ്ങനെ വ്യാപകമായി ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുണ്ടക്കൈ ടൗണിൽ നിന്നും താഴേക്കുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഈ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടം വളരെ മനോഹരമായി ഒരു നേർത്ത ഒരു അരുവി പോലെ അങ്ങനെ താഴേക്ക് ഒഴുകി പോവുകയായിരുന്നു. അതിനോടൊരു 200-300 മീറ്റർ മാറി വീടുകളും പാടികളും അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ടൗണുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മുണ്ടക്കൈ ജുമാ മസ്ജിദൊക്കെ ഇവിടെയാണ്. പക്ഷെ ആ മേഖലയെല്ലാം ഇപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ രൂപമാറ്റം വന്നിരിക്കുന്നു. മരങ്ങളെല്ലാം കടപുഴകി വീണിരിക്കുന്നു. ഉള്ള മരങ്ങൾ ഒരു പ്രേതത്തെ കണക്ക് ചില്ലകളെല്ലാം ഇല്ലാതെ ഉള്ള മരങ്ങൾ അവിടെ ബാക്കിയായിരിക്കുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ എല്ലായിടത്തും സൈന്യം, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ അവരെ പൂർണ്ണമായി വിന്യസിച്ചിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ പോലെ മനുഷ്യ സാന്നിധ്യം ഉണ്ടായേക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ മാത്രം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയല്ല, മറിച്ച് എല്ലായിടവും അരിച്ചു പെറുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും സ്ഥലത്ത് ഒരു മൃതദേഹത്തിന്റെ ഒരു ഭാഗമോ അവശിഷ്ടമോ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങളോ കാണുകയാണെങ്കിൽ ആ മേഖലയിലേക്ക് കാണുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് സ്നിഫർ ഡോഗുകളെ എത്തിക്കും. വയർലെസ് സംവിധാനത്തോടു കൂടി ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പോലീസിന്റെയും സൈന്യത്തിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ടീമംഗങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്ന് അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുക എന്നുള്ളൊരു രീതിയാണ് ഇന്ന് തുടരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഇവിടെ കുറെ സന്നദ്ധ പ്രവർത്തകർ അവർ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി വന്നിട്ടുള്ള ഈ നന്മയുള്ള കേരളത്തിന്റെ
കയറുറപ്പുള്ള കേരളത്തിന്റെ സന്നദ്ധ പ്രവർത്തകരും നമുക്ക് അവരെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവരിപ്പോൾ ഈ കോൺക്രീറ്റ് പാളികളൊക്കെ കയറുപയോഗിച്ച് വലിച്ചു മാറ്റി അതിനടിയിലൊക്കെ, കാരണം ഇവിടെ അവർ ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ കാരണം ചെറിയൊരു സ്മെല്ല് ഈ ഭാഗത്തുണ്ട് എന്നുള്ള ഒരു സംശയത്തെ തുടർന്നാണ് ഇവരിപ്പോൾ എല്ലാവരും ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വലിയ ഒരു ജനവാസ മേഖലയായിരുന്നു ഇത്. തൊട്ടുമുകളിൽ പള്ളി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടം എന്ന് പറയുന്ന ഒരു പാടി കെട്ടിടത്തിന്റെ, അതായത് എസ്റ്റേറ്റിനോട് ചേർന്ന് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളെയാണ് ഇവിടെ പാടി എന്ന് പറയുന്നത്. ആ പാടിയോട് ചേർന്ന കെട്ടിടാവശിഷ്ടങ്ങളാണ്. അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സ്മെല്ല് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. അങ്ങനെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വയർലെസ് സന്ദേശം നൽകുകയും സ്നിഫർ ഡോഗുകളുടെ സഹായം തേടുകയും അതോടൊപ്പം തന്നെ JCBയും ഹിറ്റാച്ചിയും കൊണ്ടുവന്ന് പൂർണ്ണമായി മണ്ണ് മാറ്റി പരിശോധന നടത്തുകയും ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഇന്ന് തുടരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ പ്രദേശം പൂർണ്ണമായി അരിച്ചു പെറുക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. ആ തരത്തിലാണ് അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന, അതായത് ഷബീർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അങ്ങേയറ്റം ദുഷ്കരമാണ് ഈ തെരച്ചിൽ എന്നത്. ഇനിയിപ്പോൾ ജീവനോടെ ആരെങ്കിലും ശേഷിക്കുമെന്നൊന്നും ഈ പ്രളയത്തിന്റെ